ഫ്രീ പോൾ സർവേകൾ പെയ്ഡാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. UDFിൻ്റെ മുന്നേറ്റം മറച്ചുവെക്കാനാണ് സർവേകൾ ശ്രമിക്കുന്നത്. UDF 100-ലേറെ സീറ്റുകളുമായി അധികാരത്തിലെത്തും. LDFും UDFും ഒപ്പത്തിനൊപ്പമെന്ന് സ്ഥാപിക്കാനാണ് ചാനൽ സർവേകൾ ശ്രമിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ തട്ടിക്കൂട്ടിയ സർവേകളാണ് വരുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഭൂരിഭാഗം സർവേകളും വിശ്വാസ്യത ഇല്ലാത്തതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സർവേകൾ കണ്ടതാണ്. സർവേകളിൽ ഒരു കാര്യവുമില്ല. യഥാർത്ഥ ജനവികാരം പ്രതിഫലിക്കുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF 100-ലധികം സീറ്റുകൾ ജയിച്ച് അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സർക്കാരിനെതിരായ ജനവികാരം ശക്തമാണ്. സർക്കാർ പരാജയപ്പെട്ടിടത്ത് ബദൽ പദ്ധതികളുമായാണ് UDF വരുന്നത്. അതിന് സമഗ്രമായ തയ്യാറെടുപ്പ് UDF നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് കണ്ടപ്പോൾ CPIM വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അതിലൊന്നും UDFിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു. വെൽഫെയർ പാർട്ടി UDFിനെ പിന്തുണച്ചപ്പോൾ ബഹളമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ SDPI PDP പിന്തുണ ആഗ്രഹിക്കുന്നു. കാപട്യമാണിതെന്നും പാർട്ടി കോൺഗ്രസ് തീരുമാനം പോലും നടപ്പാക്കുന്നില്ലെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. BJPയെയും അദ്ദേഹം വിമർശിച്ചു. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ പോലെയാണ് BJP എന്നും ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.